മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. അല്പദൂരം മാത്രമേയുള്ളൂ അക്കരെ എത്തിച്ചേരുവാൻ, അല്പദൂരം മാത്രമേയുള്ളൂ അക്കരെ എത്തിച്ചേരുവാൻ. പ്രത്യാശയോടെ നാം മുന്നേറണം, ശാന്തമായ തുറമുഖത്ത് നാഥനെത്തിക്കും. പ്രത്യാശയോടെ നാം മുന്നേറിടാം, ശാന്തമായ തുറമുഖത്ത് നാഥനെത്തിക്കും. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഡേവിഡ് പി ഐസക്, ഗുജറാത്ത്. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം ആസ്പദമാക്കി ചില കാര്യങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചുള്ള 3 കാര്യങ്ങൾ ഓർപ്പിച്ചു. ഒന്ന്, ക്രിസ്തുയേശുവിന് നല്ല ശുശ്രൂഷകനായിരിക്കണം, ബി എ ഗുഡ് മിനിസ്റ്റർ. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ബി ആൻ എക്സാമ്പിൾ, മറ്റുള്ള മുമ്പാകെ വളരെ മാതൃക ഉള്ളവനായിരിക്കണം എന്നാണ്. മറ്റൊരു കാര്യം, ബി എ ഗുഡ് സോൾജിയർ, നീ നല്ലൊരു പടയാളിയായിരിക്കണം. ഈ നിത്യാരി കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത്. അത് മാത്രമല്ല, അത് എപ്പോഴുവരെയാണ്? ഞാൻ വരുവോളം, ടിൽ ഐ കം ഗീവ് അറ്റൻഡൻസ് ടു റീഡ് ഇറ്റ് എന്നാണ്. ഞാൻ വരുവോളം വായിക്കുക, ഞാൻ വരുവോളം പ്രസംഗിക്കുക, പ്രീച്ച് ദ വേർഡ് ഓഫ് ഗാഡ് ആൻഡ് വി വർഷിപ്പ് ദ ലോർഡ്. നാം വായിക്കുക, പ്രസംഗിക്കുക, ആരാധിക്കുക. ഈ 3 കാര്യങ്ങൾ കർത്താവ് വരുന്നത് വരെ നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് 12-ാമത്തെ വാക്യമാണ്. 1 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ബി ആൻ എക്സാമ്പിൾ, നല്ലൊരു മാതൃകയായിട്ട് ജീവിക്കണമെന്നാണ്. മനുഷ്യജീവിതത്തിലെ വിവിധ കാലഘട്ടങ്ങൾ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ സന്ദർഭമാണ് യൗവനം എന്ന് പറയുന്നത്. നമുക്കറിയാം, നല്ല ഓജസ്സും തേജസ്സും പ്രസരിപ്പും പ്രഭാവവും ഒക്കെ ഉള്ളതായ നല്ല സമയമാണ് യൗവനം. ആ യൗവനത്തിൽ എന്ത് ചെയ്യണം? സഭാപ്രസംഗി പറഞ്ഞ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണം എന്നാണ്. അപ്പോൾ സൃഷ്ടാവായ ദൈവത്തിന് സമ്പൂർണമായ സമർപ്പണം ചെയ്യുവാൻ തക്കവണ്ണം നല്ല സമയമാണ് യൗവനം എന്ന് പറയുന്നത്. എന്നാലിത് സാത്താൻ മുതലെടുക്കാനായിട്ട് ഇടയാകരുത് എന്നുള്ള കാര്യമാണ് ഓർപ്പിക്കുന്നത്. മാത്രമല്ല, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യൗവനക്കാർ യഹോവയ്ക്ക് സ്തുതി പാടേണ്ടതായിട്ടുണ്ട്. സങ്കീർത്തനത്തിൽ ആ കാര്യം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. യുവാക്കളും യുവതികളും യുവാക്കന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അപ്പോൾ ഈ നല്ല സന്ദർഭം, അതായത് യൗവനം, കർത്താവിന് വേണ്ടി കൂടുതൽ അത് ഉപകാരപ്പെടേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന യൗവനക്കാരുടെ ശക്തി, അവരുടെ പ്രശംസ, വൃദ്ധന്മാരുടെ നര അവരുടെ ഭൂഷണമെന്ന് ശലോമോൻ പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ യൗവന ശക്തി അന്യന്മാർക്കും നിൻ്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുതെന്ന് സദൃശവാക്യം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുകയാണ്. സദൃശവാക്യം 20-ന്റെ 29-ാമത്തെ വാക്യത്തിൽ ആ കാര്യം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. സദൃശവാക്യം 20-ന്റെ 29-ാമത്തെ വാക്യത്തിലാണ് ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, യൗവനക്കാരുടെ ശക്തി, അവരുടെ പ്രശംസ, വൃദ്ധന്മാരുടെ നര അവരുടെ ഭൂഷണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആ നിലയിൽ നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റിയ സമയമാണ് യൗവനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസും അതോടൊപ്പം തന്നെ ശലോമോനും ഒക്കെ അത് നമ്മെ ഓർപ്പിക്കുന്ന കാര്യം ഇതാണ്. നമ്മുടെ ജീവിതം
യൗവനത്തിൽ തന്നെ കർത്താവിന് സമർപ്പിക്കണം. അതാണ് ദൈവത്തിൻ്റെ പ്രസാദകരമായ കാര്യം എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം നമ്മൾ വായിക്കുന്നത് യൗവനത്തിൽ തന്നെ നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് സഭാപ്രസംഗം 11:9-10 വാക്യങ്ങളും 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാണ്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ അല്ലെങ്കിൽ സൃഷ്ടാവിനെ അറിയേണ്ട സമയം എന്ന് പറയുന്നത് യൗവനമാണ്. അതുകൊണ്ട് യൗവനത്തിൽ തന്നെ നമ്മുടെ കർത്താവിനായിട്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. ഇടയലേഖനങ്ങളിൽ യൗവനക്കാർക്ക് 3 പ്രബോധനങ്ങളാണ് നൽകിയിട്ടുള്ളത്. 1 തിമോത്തി 4:12 വായിക്കുന്നത്, ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. 2 തിമോത്തി 2:22 യൗവനമോഹങ്ങളെ വിട്ടുകൂടുക. യൗവനക്കാർ സുബോധമുള്ളവരായിരിക്കാനായിട്ട് പ്രബോധിപ്പിക്കുക. തീത്തോസ് 2:6. അപ്പോൾ ഇടയലേഖനങ്ങളായ തിമോത്തിയോസിലും തീത്തോസിലും നമുക്ക് കാണാൻ കഴിയുന്ന ഈ 3 കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർപ്പിക്കുകയാണ്. ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. 1 തിമോത്തി 4:12. യൗവന മോഹങ്ങൾ വിട്ടോടണം. 2 തിമോത്തി 2:22. യൗവനക്കാർ സുബോധമുള്ളവരായിരിക്കാനായിട്ട് പ്രബോധിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, സുബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണല്ലോ ഞാനും നിങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? അവർ ഈ ദൈവബോധത്തിലേക്ക് വരുവാൻ, സുബോധത്തിലേക്ക് വരുവാൻ ഇടയാകണം. നമ്മൾ മുടിയനായ പുത്രനെ കുറിച്ച് വായിക്കുന്നത് ഇപ്പോഴവനെന്ത് ചെയ്തു? അവന് സുബോധം വന്നു. അവൻ ആ സുബോധം വന്നിട്ട് അവൻ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർമ്മ വന്നു. എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്രയോ പേരാണ് തിന്ന് ശേഷിക്കുന്നത് എന്ന് അവൻ ആ പന്നിയുടെ കുഴിയിൽ ഇരുന്നപ്പോഴാണ്, അല്ലെങ്കിൽ ആ പന്നിയെ തീറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ആ കാര്യം ഓർമ്മ വന്നു. അപ്പോൾ അതെന്ത് ചെയ്തു? ആ ഓർമ്മ അല്ലെങ്കിൽ ആ വിചാരം അവനെന്ത് ചെയ്തു? അവനെ മടക്കി അപ്പൻ്റെ ഭവനത്തിലേക്ക് വരുത്തുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ യൗവന ലോകമെന്ന് പറയുന്നത് കുരുങ്ങിപ്പോവാനിടയുള്ള 3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണ്? ഒരു ഊരാക്കുടുക്ക് പോലെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഊരാക്കുടുക്ക് പോലെയാണ്. അതെന്താണ്? 1 തിമോത്തി 2:16 കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അപ്പോൾ ഇത് എന്ത് ചെയ്യാണ്? അപ്പോൾ 3ഉം നമ്മെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ എന്ത് ചെയ്യുന്നു? വളരെയധികം തകർത്ത് കളയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. നാം യൗവനമോഹങ്ങളെ വിട്ടോടണം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് 3 ആശയാണുള്ളത്. 1 മണ്ണാശ, മണ്ണിനോടുള്ള, ഭൂമിയോടുള്ള ആശ, അല്ലെങ്കിൽ ഭൂമി വാങ്ങുക, ഭൂമി വെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലം വാങ്ങുക. ഇതാണ് മണ്ണിനോടുള്ള ആശ. അതിന് മണ്ണാശ എന്ന് പറയും. മറ്റൊന്ന് പെണ്ണാശയാണ്, പെണ്ണിനോടുള്ള ആശ. ഒരു പെണ്ണിനെ കിട്ടണം, വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ ആ നിലയുള്ളതായ യൗവനക്കാരായിരിക്കുന്ന ആളുകളുമൊക്കെ ആയിട്ട് സല്ലപിച്ച് ജീവിക്കണം. ഇതൊക്കെയാണ് പെണ്ണാശ എന്ന് പറയുന്നത്. മറ്റൊന്ന് എങ്ങനെയും പൈസ ഉണ്ടാക്കണം, പൊന്നാശ. അപ്പോൾ ഈ 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കണം. 1 ഗേൾ, മറ്റൊന്ന് ഗോൾഡ്, മറ്റൊന്ന് ഗ്ലോറി. അപ്പോൾ ഇത് നാം വളരെ മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. ഭക്തന്മാരായിരിക്കുന്ന യൗവനക്കാർ ഈ 3 കുടുക്കുകളിലും അകപ്പെടാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു എന്നാണ് പൗലോസ് തിമോത്തിയോസിൻ്റെ എഴുതിയ ഈ ലേഖനത്തിൽ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 40 വയസ്സ് വരെ യൗവനദശയായി അക്കാലത്ത് കരുതരും. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ തിമോത്തിയോസിൻ്റെ യൗവനം തുച്ഛീകരിക്കപ്പെടുവാൻ ധാരാളം സാധ്യതകളുണ്ടായിരുന്നു. ഇക്കാലത്ത് യൗവനക്കാരായ ഇടയന്മാർ ഈ പ്രബോധനം തങ്ങളുടേതായിട്ട് കരുതിക്കൂട്ടിയാൽ എത്രയോ നല്ലതാണ് എന്ന് ഓർപ്പിക്കുകയാണ്. ഉപദേശം നൽകുമ്പോൾ ജീവിതം നോക്കിയും വിശ്വാസികൾ പഠിക്കാനായിട്ട് ഇടവരണം. അപ്പോൾ ശബ്ദം യാക്കോബിൻ്റേതും കൈകൾ ഏശാവിൻ്റേതെന്ന് ഒരിക്കൽ ഇസ്ഹാക്ക് പറഞ്ഞ പോലെ ഇന്ന് അനേകം ശുശ്രൂഷകരുടെ ജീവിതം അവരുടെ വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ യാതൊരു പൊരുത്തമില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്തുവാൻ ഇടയാകുന്ന ജീവിതം ശുശ്രൂഷകർക്കുണ്ടായിരിക്കണം. അവരുടെ സംസാരത്തിന് ഘനവും നിയന്ത്രണവും ആവശ്യമാണ്. ജീവിതവിശുദ്ധി കാത്തുകൊള്ളുവാനായിട്ട് ശുശ്രൂഷകൻ പ്രതിജ്ഞാബദ്ധനാണ്. ഈ ചെറിയ ആലോചന
പ്രഭാതത്തിൽ കേൾക്കുമ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇതിന് വിഗ്രഹമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് ഇതെന്നോട് മാറ്റണം, എന്നിൽ നിന്ന് മാറ്റണം. എനിക്ക് കൂടുതൽ കർത്താവിനെ പ്രയോജനപ്പെടുത്തുവാൻ, കർത്താവിന് പ്രയോജനകരമായി തീരുവാൻ, എൻ്റെ യൗവനം ആരും തുച്ഛീകരിക്കാതിരിക്കുവാൻ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു പറഞ്ഞ് ഒരു തീരുമാനത്തോടെ മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജീവിതമാം തോണി ഉലഞ്ഞിടുമ്പോൾ, കാറ്റും കോളും വന്ന് ആഞ്ഞടിക്കുമ്പോൾ, ഭയപ്പെടേണ്ട എന്ന് വാക്കു തന്നവൻ, മാറുകില്ല മറക്കുകയില്ല, ശക്തനാണവൻ. ഭയപ്പെടേണ്ട എന്ന് വാക്കു തന്നവൻ,